സംസ്ഥാന വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്തവർ വേണ്ട എന്ന നിലപാട് മാറ്റി UDF സർക്കാർ. മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്താമെന്ന വഖഫ് നിയമനത്തിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും നൽകിയ ഹർജി സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതിയിൽ എടുത്ത വാദത്തിന് ഘടകവിരുദ്ധമായാണ് BJP നേതാവ് ഷോൺ ജോർജിന്റെ ഹർജിയിൽ നൽകിയ മറുപടി. പുതിയ വഖഫ് നിയമത്തിലെ 14-ാം വകുപ്പ് അനുസരിച്ച വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്നാണ് സത്യവാങ്മൂലത്തിലൂടെയും അഡ്വക്കേറ്റ് ജനറൽ നേരിട്ടും ഹൈക്കോടതിയെ അറിയിച്ചത്. UDF സർക്കാരിന്റെ ഇരട്ട നിലപാട് വഖഫ് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ തിരിച്ചടിയാകും. ശ്യാം ദേവരാജും PR സുനിലും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ശ്യാമിലേക്കാണ്. ശ്യാം, ഒരു സർക്കാർ എന്ന് പറയുന്നത് തുടർച്ച കൂടിയാണല്ലോ. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കും കോൺഗ്രസിന്റെ നിലപാട് വ്യത്യസ്തമായിരുന്നില്ല. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി തുടർവാദങ്ങൾ നടക്കുന്ന സമയത്തുമൊക്കെ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് ചോദ്യം ചെയ്യപ്പെടില്ലേ? മാധു, വെരി ഗുഡ് ഈവനിങ്. അങ്ങനെ ആ നിലപാടുകളെല്ലാം ഇനി ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. കാരണം 2025 വഖഫ് നിയമത്തിൽ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്, BJP സർക്കാർ കൊണ്ടുവരുന്നത്. ആ നിയമത്തെ 2025 നിയമ ഭേദഗതിയെ അന്ന് തന്നെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു, കോൺഗ്രസ് എതിർത്തിരുന്നു, ലീഗ് എതിർത്തിരുന്നു. അങ്ങനെ പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയിൽ എതിർത്തിരുന്നു. ഇടക്കാല ഉത്തരവിന് ശേഷം വിശദമായ വാദം കേൾക്കാൻ വേണ്ടി അത് മാറ്റിവെച്ചിരിക്കുകയുമാണ്. അന്ന് വാദത്തിനിടെ ഈ എതിർപ്പ് അറിയിക്കുമ്പോൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്നത് ഉമീദ് നിയമത്തിലെ, അതായത് വഖഫ് ബോർഡിന്റെ പുതിയ നിയമത്തിലെ ഈ 14-ാം വകുപ്പാണ്. ഈ 14(1) അനുസരിച്ച് വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താം. അതായത് മുസ്ലിം ഇതര മതവിഭാഗത്തിലുള്ള ആളുകളെ 2 പേരെ ഉൾപ്പെടുത്താമെന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പാർലമെന്റ് പാസാക്കിയ നിയമ ഭേദഗതി. ഈ നിയമ ഭേദഗതിയെ കോൺഗ്രസും ലീഗുമെല്ലാം സുപ്രീം കോടതിയിൽ വളരെ നഖശികാന്തം എതിർത്തു. സംസ്ഥാന സർക്കാർ അടക്കം അന്ന് ഹർജി നൽകുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലും അന്ന് എതിർക്കുകയാണ് ചെയ്തത്. സംസ്ഥാന നിയമസഭയിൽ ഐക്യകണ്ഠേനയാണ് UDF-ഉം LDF-ഉം ചേർന്ന് ഈ നിയമ ഭേദഗതി എതിർത്ത് പ്രമേയം പാസാക്കിയത്. അതിനുശേഷം 2026 ഫെബ്രുവരി മാസത്തിലാണ് സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്. അങ്ങനെ സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമ്പോൾ കഴിഞ്ഞ LDF സർക്കാർ അതിൽ ഈ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നില്ല. മാത്രമല്ല, അത് സുപ്രീം കോടതിയിലെ ഹർജിയിൽ അന്തിമ തീരുമാനമാകുന്നതുവരെ അത്തരമൊരു നിയമനം നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്തും നമുക്കറിയാം ഏറ്റവും ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും വലിയ എതിർപ്പ് എന്താണ്? വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിശ്വാസികളെ ഉൾക്കൊള്ളിക്കുന്നത് എന്തിനാണ്? ഇത് വിശ്വാസപരമായ ഒരു കാര്യമല്ലേ? ഈ സ്വത്തുക്കൾ, വഖഫ് സ്വത്തുക്കൾ അടക്കം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു മതസ്ഥർക്ക് അവിടെ എന്താണ് കാര്യം എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ വിമർശനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇപ്പോൾ അതിന് കുടപിടിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ ഘടകവിരുദ്ധത. അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് ഹൈക്കോടതിയിൽ ഒരു BJP നേതാവിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംസ്ഥാന സർക്കാർ ഷോൺ ജോർജിന്റേത് ഉൾപ്പെടെയുള്ള 4 ഹർജികളെ എതിർത്ത് ആണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതെങ്കിലും ആ സത്യവാങ്മൂലത്തിന്റെ 4-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് വഖഫ് നിയമത്തിലെ 14-ാം വകുപ്പ് അനുസരിച്ച് ഈ സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കും, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന കാര്യമാണ് സത്യവാങ്മൂലത്തിലൂടെ വഖഫ് വകുപ്പ് അറിയിക്കുന്നത്. അക്കാര്യത്തോട് ചീഫ് ജസ്റ്റിസ് AGയോട്, അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിക്കുമ്പോൾ ഇതാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് എന്ന് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറയുന്നത് അതെ, നിയമത്തിനനുസൃതമായി ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് അഡ്വക്കേറ്റ് ജനറലും കോടതിയിൽ പറയുകയാണ്. അതായത് നിയമത്തിൽ പറയുന്നത് അമുസ്ലിങ്ങളെ ഉൾപ്പെടെ, മുസ്ലിം ഇതര മതവിഭാഗത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തി ഈ വേണം ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ ബോർഡ് രൂപീകരിക്കാൻ എന്നതാണ്. അത്തരമൊരു നിലപാടാണ് സത്യവാങ്മൂലത്തിലൂടെ UDF സർക്കാർ ഹൈക്കോടതിയിൽ നൽകുന്നത്. ഒപ്പം അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ അറിയിക്കുന്നത് ഇതിലെ താല്പര്യത്തിന്റെ വൈരുദ്ധ്യമാണ്. അഥവാ ഒരു വിഷയത്തിൽ UDF സുപ്രീം കോടതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു, അതിന് ഘടകവിരുദ്ധമായ നിലപാട്, താല്പര്യവിരുദ്ധമായ നിലപാട്, മറ്റൊരു രാഷ്ട്രീയ നിലപാട് ഹൈക്കോടതിയിൽ സ്വീകരിക്കുന്നു എന്നതാണ് ഇതിനെ രാഷ്ട്രീയമായി ഏറെ വിവാദത്തിലേക്ക് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ശരി.